എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മളിപ്പോഴും പറയാറുണ്ട്, ഓരോ ദിവസവും പുതിയ തുടക്കമാണ്. ഓരോ ദിവസവും എന്നെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയ ചിന്താധാരകളിലേക്ക്, അല്ലെങ്കിൽ എന്നെ തന്നെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് പറയും. ഇന്നത്തെ ദിവസം പുതിയ തുടക്കമാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ സംഭവങ്ങൾ, പുതിയ വ്യക്തികൾ, പുതിയ സാഹചര്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്ന ദിവസമാണ്. എപ്പോഴും നന്ദിയോടുകൂടി നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നു, ദൈവമേ, ഇന്ന് ഈ ഒരു സുപ്രഭാതം എനിക്ക് കാണിച്ചതിന് നന്ദി നന്ദി എന്ന്. കാരാഗ്രേ വസുതേ ലക്ഷ്മി കാരമധ്യേ സരസ്വതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും എഴുതേക്കുന്നത്. അപ്പോൾ സരസ്വതി നമ്മളുടെ നാവിൻ തുമ്പത്തും കളിയാടുന്ന കാലം, അങ്ങനെ സമസ്ത മേഖലയിലും ആ നാവിൻ തുമ്പത്ത് സരസ്വതി കളിയാടണമെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം അനുവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും മനോഹരമായിരിക്കും, അല്ലെങ്കിൽ ദൈവീകമായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വന്നതിന് ശേഷം, ഇവിടെ കാശ വന്നു കേട്ടോ, ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് സാക്ഷ്യമാണ്. എന്തായിരിക്കും കാരണം? കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ നിത്യവും കേൾക്കുന്ന സരസ്വതി കടാക്ഷം നിങ്ങളിലേക്ക് എത്തുകയും അതിലൂടെ നമ്മളുടെ മനസ്സും ശരീരവും പാകപ്പെടുകയും മനസ്സും ശരീരവും ഏകാത്മതയിലെത്തുകയും അകത്മേ നമ്മൾക്ക് മാറ്റം തുടങ്ങുമ്പോൾ ദൈവീകമായ, അല്ലെങ്കിൽ അത് മാറ്റി പറയാം, അകത്മേ മാറ്റത്തിന് ശരിക്കും പറയുന്ന പേര് ദൈവീകമായ ഉൾക്കാഴ്ചകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പുറമേയുള്ള അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തത്വം. അപ്പോഴെപ്പോഴാണോ ഒരു മനുഷ്യന് സന്തോഷവും സമാധാനവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, അപ്പോൾ അയാൾക്ക്, അല്ലെങ്കിൽ അവർക്കെല്ലാം ഭാഗികമായ സമൃദ്ധിയും ക്ഷേമവും ഐശ്വര്യവും നിലനിൽക്കും എന്നുള്ളതാണ് സത്യം. ചിയോധിയുടെയും മൂദേവിയുടെയും കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും പഴയ കഥകൾ കേൾക്കുമ്പോൾ ഇതിന്റെ എല്ലാം ആന്തരിക അർത്ഥം, എവിടെ നിന്നാണ് മൂദേവിയെ പറഞ്ഞു വിടേണ്ടതും എവിടെയാണ് സരസ്വതി ദേവിയെ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മമാകുന്ന ചിന്തകളും വാക്കുകളും നമ്മൾ പ്രവൃത്തിയുമൊക്കെ നമ്മൾ മാറ്റപ്പെടും. ഏത് പ്രവൃത്തി മാറ്റപ്പെടുത്തണമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഏതൊരു ചിന്തയിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, ശുഭചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ അനുകരണങ്ങളായിരിക്കുകയും ജീവിതം സന്തോഷകരമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് തത്വം. ഇത്രയും പറഞ്ഞത് മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ വേണ്ടി ഒന്നുമല്ല, വെറും തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ എന്തേ മാറാത്തത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്തേ എന്ന ചോദ്യത്തിന് എന്ത് മാറണം എന്ന് മാറ്റിയാൽ മാത്രം മതി. നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അപരനോടാണ് ചോദിക്കുന്നത്, എൻ്റെ ജീവിതം എന്തേ മാറാത്തത് എന്ന്. അപരനോടുള്ള ചോദ്യത്തെ മാറ്റി അവനവനോടിലേക്ക് ചോദിക്കുമ്പോൾ എന്ത് മാറണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അവിടെ തുടങ്ങിക്കോളും. ഇത്ര മാത്രമാണ് ലളിതം. ഒരേ വാക്കിനെ അകത്തോട്ടും പുറത്തോട്ടും തിരിച്ചിട്ടാൽ എല്ലാം ശരിയാകും എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ടാഗ്ലൈനായിട്ട് ഉപയോഗിക്കുന്നത്, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. എൻ്റെ ജീവിതത്തെ സൃഷ്ടിച്ചതും എൻ്റെ ജീവിതത്തെ പരിപാലിക്കും, സൃഷ്ടി സ്ഥിതി സംഹാരം, എൻ്റെ ജീവിതത്തെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും ഞാൻ തന്നെയാണ് എന്നുള്ള ആ ബോധം മാത്രമാണ് നമ്മുടെ കൃത്യമായ പാകപ്പെടൽ. എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ
നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് കടന്നു പോയാൽ കൃത്യമായ ഉത്തരം കിട്ടും. അതിനെയാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടാകുമ്പോ ചിത്രഗുപ്തന്റെ പുസ്തകം തുറന്നിട്ട് നീ അന്നിങ്ങനെയല്ലേ, നീ അന്നിങ്ങനെയല്ലേ ചോദിക്കും. ആഹാ ശരിയാണല്ലോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന കാര്യത്തെ മാത്രമാണ് പുറത്തിറക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് പാകപ്പെടുത്തി എടുക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഏപ്രിൽ 6-ാം തീയതി നിങ്ങളെ കാണാൻ ഞാൻ വരുന്നു, നിങ്ങൾ വരില്ലേ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ടി വരും അല്ലെ. ഏപ്രിൽ 6-ാം തീയതി നിങ്ങളെ കാണാൻ ഞാൻ വരുന്നു, നിങ്ങൾ വരില്ലേ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? വരുന്നവർ മുമ്പേ പറയണം. അല്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളെ കണ്ടില്ലെങ്കിൽ എന്താണ് കലാഭവൻ മണിയുടെ പാട്ടുണ്ടല്ലോ, അതുപോലെ ആവും. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരുന്നാലോ. ബാക്കി ഇപ്പൊ ഞാൻ എന്നെയാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. ചേട്ടൻ വരും, ചേച്ചി വരുമോ എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം. ഇല്ലെങ്കിൽ ചേട്ടൻ വരുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. അതുകൊണ്ട് എല്ലാവരും വരണം, നിങ്ങൾ എല്ലാവരും വരിക. ഈ നമുക്ക് ആ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ സൂമിൽ കണ്ട് 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 നിൽക്കുന്ന നേരിട്ട് കാണുമ്പോൾ, ഈ സൂമിൽ കാണുമ്പോൾ പോലൊന്നും ആയിരിക്കില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഒറിജിനൽ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ ഈ സൂമിന് ചില തരികിട പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ മേക്കപ്പ് ഉണ്ടാക്കും, ബാക്ക്ഗ്രൗണ്ട് മാറ്റും, ഇങ്ങനെയൊക്കെ കുറെ പരിപാടികൾ. ഇതൊന്നും ഇല്ലാതെ ഒറിജിനലായിട്ട് കാണണമെങ്കിൽ നമുക്ക് തൃശ്ശൂർ കാണാം. തൃശ്ശൂർ ആകുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും വരാൻ പറ്റും, ആർക്കും വരാൻ പറ്റില്ല. ഖത്തറിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ബഹറിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഇറ്റലിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, UK നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ അവിടെ റൂം ഓൾറെഡി ബുക്ക് ചെയ്തു. പിന്നെ UAE നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന തിരുവനന്തപുരത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും മലപ്പുറത്തും ഇരിക്കുന്ന ആൾ വന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമല്ലേ. മലപ്പുറത്ത് വന്ന ആൾക്ക് ഇന്നലെ എന്നോട് ചോദിച്ചു, സാറ് ഒരു കാര്യം ചെയ്യും, മലപ്പുറത്തേക്ക് പോകും, അപ്പൊ ഞങ്ങൾ അവിടെ വരാം. അതായത് ഞാൻ ഇവിടുന്ന് മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരവിടെ കാണുന്നു. മുതലാവും. ഞാൻ പറഞ്ഞു മുതലാവില്ല മാഷെ, ടിക്കറ്റിന് കാശ് മുതലാവില്ല, നിങ്ങൾ എത്ര തന്നാലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്നെ കറക്കരുത്, നിങ്ങൾ വരൂ. നമ്മൾ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ഇങ്ങനെയുള്ള പരിപാടി പോകും. ഹൈദരാബാദിൽ നിന്ന് വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്, മുംബൈയിൽ നിന്ന് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം അവരെല്ലാം കാണാനും മോറോവർ നമുക്ക് പരസ്പരം കാണാനും വരിക. പിന്നെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അന്ന് നിങ്ങൾക്ക് എന്തപ്പോ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇതുപോലെ തന്നെയാ പഠിപ്പിക്കുക, അന്നും വേറൊന്നുമല്ല, ഇതുപോലെ പഠിപ്പിക്കും. പക്ഷെ ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ പുറത്ത് വിടുള്ളൂ. അവിടുന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് ലൈവിൽ നല്ലൊരു കിടിലൻ മെഡിറ്റേഷനും അത് കഴിഞ്ഞ് തന്നെ ചില തിരിച്ചറിവുകൾ നൽകിയിട്ടേ പോകുള്ളൂ. അതുപോലെ ഒരു കിടിലൻ ടെക്നിക്കും പഠിപ്പിച്ചു തരും. ആ ടെക്നിക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനവുമായിട്ടായിരിക്കും നിങ്ങൾ പോവുക. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ കൃത്യമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ശ്രീ പത്മനാഭന്റെ അടുത്ത് പൂജിച്ച് അഫർമേഷൻ തന്നതുപോലെ ഇപ്രാവശ്യം മറ്റൊരു യൂണിവേഴ്സൽ പറഞ്ഞു വന്നു. 111 ഇവിടെ വന്നു. കറക്റ്റ്. ദൈവത്തിന് സ്തുതി. 111. മാജിക് എപ്പോഴും കാണുന്നത് മാജിക് നമ്പറുകൾ തന്നെയാണ്. അപ്പോൾ അത്രയും പവിത്രമായ ചില സംഭവങ്ങളുമാണ് നമുക്ക് അവിടെ വരുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പത്രം, എങ്ങനെയാണ് ഈ നമ്പറുകളൊക്കെ വരുന്നതും എങ്ങനെയാണ് ഈ മാജിക്കുകൾ ഉണ്ടാവുന്നതും ഒക്കെ നമ്മൾ ചില സമയത്ത് ഇരുന്ന് ആലോചിക്കേണ്ടി വരും. ജീവിതത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ മാറ്റുന്നത്? ഇതിന്റെയൊക്കെ അടിസ്ഥാന തത്വം മറ്റൊന്നുമല്ല. ഈ ലോകത്ത് ദൈവീകത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ആ ദൈവീകതയുമായി നമ്മൾ എപ്പോഴാണോ കണക്ട് ചെയ്ത് നിൽക്കുന്നത്, പിന്നെ നമ്മുടെ ജീവിതം വളരെ ലളിതമായിരിക്കും, വളരെ സുഖകരമായിരിക്കും എന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് ഈ പറഞ്ഞപ്പോ തന്നെ 111 എന്നുള്ള തുടക്കം, ഏറ്റവും ശുഭകരമായ തുടക്കത്തിനാണ് 111 കാണുന്നത്. ശുഭകരമായി ഞാൻ പറഞ്ഞ വാക്കുകൾ അത്രയും ശുഭലക്ഷണമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. തൃശ്ശൂര് വരാൻ പറ്റുന്നവരെല്ലായാലും ബുക്ക് ചെയ്യുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ബുക്ക് ചെയ്യുക. ലാസ്റ്റ് നിമിഷത്തിൽ കയറി വരാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നവരായാലും കോഴിക്കോട് വന്നവരാ ലാസ്റ്റ് നിമിഷത്തിൽ വന്നവരുണ്ട്. ഇപ്രാവശ്യം അത് സാധ്യമല്ല. കാരണം ഓരോ ആളുടെ പേരിലും സീറ്റ് റിസർവ്ഡ് ആണ്. നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും, നിങ്ങളുടെ ഒരു ലക്കി ഡ്രോ കൂടിയുണ്ട്. അത് നമ്പർ ബേസ് ആയിട്ടുണ്ടാകുന്നത്. കുമാർ സാറൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ലക്കി ഡ്രോക്ക് നമ്പർ അടക്കം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം.
ചിലപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ചിലപ്പോൾ മാജിക് നമ്പറുകൾ കിട്ടുള്ളൂ. അതുകൊണ്ട് ലക്കി ഡ്രോണ്ട് ഒരു സമ്മാനമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം അതുപോലെ നമ്പർ അലോട്ട് ചെയ്യാൻ, സീറ്റ് അലോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മിനിമം 5 ദിവസം സമയം വേണം നമ്മുടെ ടീമിന്. അതുകൊണ്ട് മിനിമം ഫുൾ പേയ്മെന്റ് 5 ദിവസം മുമ്പ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എന്തിനു പറയുന്നു വെച്ചാൽ ഈ 10-ാം തീയതിക്ക് മുമ്പ് ശമ്പളം കിട്ടുന്നവർ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുക. അടുത്ത മാസം അവസാനമാകുമ്പോൾ ബാക്കിയും കൂടി പേയ്മെന്റ് ചെയ്യുക. സീറ്റ് ബുക്ക് ചെയ്ത് 50% ചെയ്താൽ മാത്രമേ സീറ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനനുസരിച്ച് ഹോട്ടൽ കൺഫേം ചെയ്യണം, സീറ്റ് കൺഫേം ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട ബുക്ക്ലെറ്റുകൾ ഉണ്ടാക്കണം, നിങ്ങൾക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കണം. എല്ലാം ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വരുന്നവർ വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത്, വരാന്ന് പറയാതെ ഇരിക്കരുത്, വന്ന് വരിക തന്നെ വേണം. ചിലപ്പോ ഈ തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മുടെ അഡ്മിൻ പാനലും നമ്മുടെ ഡിസിഷൻ കോർഡിനേഷൻ ടീമൊക്കെ പറയുന്നത് തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ് നടത്താൻ സാറേ, മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്നാ പറഞ്ഞിരുന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവരങ്ങനെ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിപ്പോവും. തൃശ്ശൂർ വരാത്തവർക്ക് ചിലപ്പോൾ സൂം ക്ലാസ് ഉണ്ടാവില്ലെന്ന് വരില്ല. ഓക്കെ, ഒന്ന് നിങ്ങളെ പേടിപ്പിച്ചു വെച്ചു. ഇനി ചിന്തിച്ചോളൂ, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ? റെഡി ആയിക്കോ, ക്ലാസ്സിലേക്ക് റെഡി ആയിക്കോളൂ. എന്താണ്, നിങ്ങൾ 3-4 ദിവസം ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അതിന്റെ ക്ഷീണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ടാബ്ലറ്റ്സ് എടുത്തോളൂ, പെട്ടെന്ന് ടാബ്ലറ്റ്സ് എടുത്തോളൂ. ടാബ്ലറ്റ്സ് തന്നെ മറന്നുപോയാ? തീർന്നോ നിങ്ങളുടെ കയ്യിലുള്ളത്? എന്താ ഇതിങ്ങനെ? യെസ്, പോരെ എല്ലാവരും മറന്നുപോയി. ഇത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞു തന്നിട്ട് മറക്കേ. പോരെ ഫാസ്റ്റ് ഇല്ല. നെറ്റിന് സ്പീഡ് ഇല്ലാഞ്ഞിട്ടാണോ ടൈപ്പിങ്ങിന് സ്പീഡ് ഇല്ലാഞ്ഞിട്ട്? എന്താ സംഭവം? പിന്നെ മറ്റൊരു കാര്യം, തൃശ്ശൂർ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ആൾക്കാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കാനും അല്ലെങ്കിൽ ആശംസ അർപ്പിക്കാനും ആഗ്രഹമുള്ള ആൾക്കാരെല്ലാവരും നിങ്ങളുടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ അഡ്മിന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ആശംസകൾ, ദിനേശ് സാറിനുള്ള ആശംസകളും വരാൻ പോകുന്നവർക്കുള്ള ആശംസകളും നിങ്ങൾ അയച്ചോളൂ. അത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കൊടുക്കാം. ഞാൻ ഇന്നയാളാണ് സത്യഭാമ, ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. സാറിന്റെ കൂടെ കൂടിയപ്പോ ഇങ്ങനെ മാറ്റം വരുത്തി, ഇങ്ങനെ അത്ഭുതങ്ങളൊന്നും പറയരുത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ ഉണ്ടാവും ഇവിടെ, നിങ്ങളും കയറി വന്നോളൂ അല്ലെ. അങ്ങനെ ഒരു പരിപാടിയില്ലേ നമുക്ക് സ്ഥിരമായിട്ട്? എന്താ പറയുന്നത്, ടെസ്റ്റ് മോണിലോ മറ്റെന്താ പറയല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഒന്നല്ലേ, നമ്മുടെ ഒരു ടീമല്ലേ. ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുന്ന വെച്ചാൽ നമ്മൾ വേറെ ഈവന്റ് മാനേജ്മെന്റിനെ വെച്ച് നടത്തുന്ന പ്രോഗ്രാം ഒന്നും അല്ല കേട്ടോ. നമ്മൾ തന്നെയാണ് അവിടുത്തെ എല്ലാ ആൾക്കാര്. അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് ആശംസകൾ അറിയിപ്പിക്കാം. ഒന്നുമില്ലെങ്കിൽ പോകുന്ന പോക്കിൽ ദിനേശ് സാറിന് എല്ലാവിധ ആശംസകൾ നേർന്നെന്നും പറഞ്ഞിട്ടങ്ങ് പോയിക്കളെ. നിങ്ങൾ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇരിക്കട്ടെ ഒരു വഴിക്ക്, എനിക്കൊരു സുഖമായിരിക്കട്ടെ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. റെഡി ആണല്ലോ അല്ലെ? വേണം ഒന്ന് ക്ലാസ്? ഇതുപോലെ എന്നാ പിന്നെ നമുക്ക് പിരിയാം. വേറൊന്നും വേണ്ടല്ലോ. ടെക്നിക്കൊക്കെ പഠിക്കണം. ഈ ടെക്നിക്ക് പഠിച്ചു കുമാർ സാർ പറഞ്ഞ ടെക്നിക്ക് പഠിച്ച് സാറേ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ നിറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇതുപോലെ ജീവിതത്തിൽ കാണാത്ത പോലെ കാശ് നിൽക്കും. കുമാർ സാർ എന്നോട് പറഞ്ഞു, ഞാൻ തന്നെ തൃശ്ശൂർ പ്രോഗ്രാം ഇത് ചെയ്യാം, സ്പോൺസർ ചെയ്യാം, എന്നാലും കുഴപ്പമില്ല, അത്രയും കാശ് വന്നോണ്ടിരിക്കുന്നു പറഞ്ഞു. എന്തൊക്കെ സംഭവിക്കാന്നറിയില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എന്റെ ഗൂഗിൾ പേയിലേക്ക് മറക്കരുത്. അപ്പൊ അതിലേക്കും വന്ന് അപ്പോഴും നമുക്ക് പരിപാടി ഗംഭീരാക്കാം. സത്യമായിട്ടും പറഞ്ഞ 1-2 കാര്യങ്ങള് വളരെ ഇതായിട്ട്. പക്ഷേ ഇത്രയും ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ എല്ലാവരും എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് സീരിയസ് മാറ്റർ പറഞ്ഞു എന്നിട്ട് ക്ലാസ്സിലേക്ക് പോകട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ പറ്റി നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്, നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തെ അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മക്കളെ ഓർത്തുകൊണ്ടാണ്. പക്ഷേ അതിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും യാഥാർത്ഥ്യമാണ്, ഭീതിയാണ്. അച്ഛനും അമ്മയ്ക്കും മക്കളെ ഓർത്ത് ഭീതിയാണ്. എന്തുകൊണ്ട്? കേരളത്തിന് പുറത്തേക്ക് പറഞ്ഞു വിടാൻ അതിലും ധൈര്യമില്ല, കേരളത്തിനകത്ത് പഠിപ്പിക്കാനും ധൈര്യമില്ല. കാരണങ്ങൾ 1-2 കാര്യങ്ങൾ. ഒന്ന്, ലഹരി എന്ന് പറയുന്ന അവസ്ഥ. രണ്ടാമത്തത് ഹോർമോൺ ഇൻബാലൻസ് എന്ന് പറയുന്ന അതിഭയാനകമായ അവസ്ഥ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്ന
ഭയാനകമായ അവസ്ഥ. ഓരോ ദിവസവും ഒരുപാട് കുട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ 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 എണ്ണിയാൽ ഒതുങ്ങാത്തത്രയും വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു നമ്മുടെ മക്കൾ. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുക? എന്തുകൊണ്ടാണ് ഈ തലമുറ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകുന്നത്? ഇതിനെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം. ഞാൻ ജസ്റ്റ് ഒരു വായിച്ച ഒരു പേപ്പർ കട്ടിങ് മാത്രം പറഞ്ഞു പോകാം. ഈ മക്കൾ ഇങ്ങനെ ആവാനുള്ള 90% ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എത്ര പേര് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന പാരൻസ് ആണ് നമ്മുടെ മക്കൾ അങ്ങനെ ആവാനുള്ള പ്രധാന കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. 90% എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് ശരിയല്ലെന്നറിയാം. ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡറുകൾ ഉണ്ട്, യാഥാർത്ഥ്യമാണ്. എങ്കിലും ഏറെക്കുറെ നമ്മൾ അതിന് ഉത്തരവാദിയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു പേപ്പർ കട്ടിങ് മാത്രം പരാമർശിച്ചുകൊണ്ട് പോകാം, കാരണം ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ഒരു പേപ്പർ കട്ടിങ് കണ്ടിരുന്നു. അധ്യാപിക കുട്ടിയെ ശിക്ഷിച്ചതിന്റെ പേരിൽ അധ്യാപിക കോടതി കയറേണ്ടി വന്നു. കോടതിയുടെ പരാമർശമാണ് ഞാൻ വായിച്ചത്. ഇപ്പൊ ഞാൻ കോടതിയിൽ, അതായത് +1 വിദ്യാർത്ഥി ടേബിളിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചപ്പോൾ അധ്യാപിക കാലിലേക്ക് ഒരടി കൊടുത്തു പറഞ്ഞു, താഴെ വെക്കടാ കാല് എന്ന് പറഞ്ഞു. അത് കുട്ടിക്ക് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അധ്യാപികക്കെതിരെ പീഡന ശ്രമത്തിന് കേസ് കൊടുക്കുകയും അധ്യാപികയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആ കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതിയുടെ പരാമർശമായിരുന്നു, അധ്യാപികമാർ ഉപദേശത്തിന്റെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പകരം അതിനെ ഗുരുശിഷ്യ ബന്ധത്തെ ഇങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞ കോടതിയുടെ പരാമർശം ആണ് ഞാൻ വായിച്ചത്. യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ആലോചിച്ച ആ കാര്യമല്ല, ഇത് ഒരു എക്സെപ്ഷണൽ കേസ് മാത്രമാണോ, പല രീതിയിൽ സംഭവിക്കാറുണ്ടോ എന്നുള്ളത്. അവിടെ കുട്ടിയുടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു കുട്ടിയെ കാലിലേക്ക് കാല് താഴെ ഇടൂ എന്ന് പറഞ്ഞതിന് ഒരു അധ്യാപിക ശിക്ഷിച്ചാൽ അതിനെതിരെ കേസ് കൊടുക്കുന്ന പാരന്റ്സിനെയാണോ കുറ്റം, അല്ല ആ കുട്ടിയുടെയാണോ കുറ്റം? നമ്മളെല്ലാവരും ഇത്തരം സിറ്റുവേഷൻ കടന്നു വന്നവരാണ്. എന്തുകൊണ്ട് പാരന്റ്സിന് ചിന്തിക്കാനുള്ള കഴിവില്ലാതെ പോയി എന്നുള്ളതാണ്. ഇതിന് പറയുന്ന പേരാണ് ഈഗോ എന്ന് പറയുന്നത്, അഹങ്കാരം എന്ന ബോധം മാത്രം. ആ അച്ഛനും അമ്മയുടെ കുട്ടി നാളെ എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മിച്ചാൽ ഇത് സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഞാൻ ഒരു കുട്ടിയെയും കുറച്ച് പറയുന്നില്ല, ഒരു പാരന്റ്സിനെയും പറയുന്നില്ല. വിവേകപൂർവം ചെയ്യാൻ സാധിക്കാത്ത പാരന്റ്സ് മാത്രമാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നു. 1 വയസ്സാകുന്ന കുട്ടിയുടെ മുമ്പിൽ കയ്യിൽ മൊബൈൽ എടുത്തു കൊടുക്കുന്ന പാരന്റ്സ് ആണ് ഒന്നാമത്തെ ക്രിമിനൽ. കാരണം ഭക്ഷണം കഴിക്കാൻ കുട്ടി ഇത് കിട്ടിയാലേ കഴിക്കൂ എന്ന് പറയുമ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് കൊടുക്കുന്ന സാധനം ബ്രെയിനിൽ എവിടെ എത്തുന്നു എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ആ പാരന്റിന് ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് മക്കളെ ഉണ്ടാക്കരുത് എന്നാണ് പറയാൻ. ഒരു മക്കളെ ഉണ്ടാക്കുന്നതിന് അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, വെറും ഒരു ഇമോഷണൽ എന്താ പറയാ, ഇമോഷൻ തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ലഹരിയുടെ അടിസ്ഥാനത്തിൽ ലഹരിയിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന അച്ഛനമ്മമാർക്ക് ഉണ്ടാവുന്ന കുട്ടി എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഇതൊന്ന് പരാമർശിച്ച് പോകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം പറയാൻ പോകുന്നത്, ഇപ്രാവശ്യം ഈ വെക്കേഷൻ സമയത്ത് ഇഷ്ടംപോലെ ചെറിയ പിള്ളേര് ഉണ്ട്, അവർക്കൊക്കെ ട്യൂഷൻ ക്ലാസ്സുകൾ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ അവര് പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പോസിറ്റീവ്നെസ് അവരിൽ നിറക്കുന്നതിലൂടെ അവരെ കുറേയൊക്കെ മാറ്റം പെടുത്താൻ പറ്റും. അപ്പൊ അവരും പാരന്റ്സിന് വലിയ മാറ്റം ഉൾപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല. അത്തരം പാരന്റ്സ് വരുന്നതും കുറവായിരിക്കും, നിങ്ങളൊക്കെ വരുമായിരിക്കും, പക്ഷെ അത്തരം പാരന്റ്സ് വരുന്ന കുറവായിരിക്കും. അപ്പൊ ഞാൻ
പിള്ളേരെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് കൊണ്ട് പറ്റും. അവർക്ക് തിരിച്ചറിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വെക്കേഷൻസ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ട്യൂഷൻ അല്ല, ഇതുപോലെ ക്ലാസ്സുകളല്ല, ഫുൾ മുഴുനീള ക്ലാസ്സുകൾ, ഈവൻ സബ്ജക്ട് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ, മാത്സും അബാക്കസും ഒക്കെയുള്ള ക്ലാസ്സുകൾ തുടങ്ങണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അതുകൊണ്ട് അവർക്ക് കൃത്യമായി എല്ലാ കുട്ടികൾക്കും, ചെറിയ കുട്ടികൾക്ക് എന്നല്ല വലിയ കുട്ടികൾക്ക് അടക്കമുള്ള ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നവർ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്കത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ യെസ്, മക്കളെ കൃത്യമായിട്ട് മക്കളെ ഉത്പാദിപ്പിക്കുന്ന കപ്പിൾസിന് യോഗ്യത വേണം. അതാണ് ഏറ്റവും വലിയ ഫെയിലിയർ. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റുന്നത്. അതില്ല ഇപ്പോഴത്തെ പുരോഗമനം, അല്ലെങ്കിൽ എന്താ പറയാ അതിന്, മോഡേൺ പോട്ടെ എന്ന് കാട്ടെ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ റെഡിയാണല്ലോ എല്ലാവരും? അല്ലേ? റെഡിയല്ലേ? എല്ലാം ഹാപ്പി? എവരിബഡി കം ബാക്ക് ഹിയർ. ഒരു കിടിലൻ ടെക്നിക്ക് പഠിപ്പിക്കാം. കിടിലൻ ടെക്നിക്ക് നിങ്ങൾ എന്താ പറയാ, ഒന്നും പറയുന്നില്ല. കിടിലൻ ടെക്നിക്ക് അത്രയേ ഉള്ളൂ. ബാക്കിയല്ല നിങ്ങൾ ചെയ്തോളൂ. അപ്പോ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യത്തിന്റെ പേര് എഴുതിക്കോളൂ. ടക്കടക്കാന്നും പറഞ്ഞിട്ട് നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമുള്ള 5 കാര്യങ്ങളില് 1, 2, 3, 4 ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത്, ജീവിതം സന്തോഷപ്രദമാവണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ജീവിതം സന്തോഷപ്രദമാവണമെങ്കിൽ കുട്ടികൾക്ക് മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് മെഡിറ്റേഷൻ ഉണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കുട്ടികൾക്കായിട്ടുള്ള മെഡിറ്റേഷൻ വേറെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ സ്കൂൾ കുട്ടികൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ സന്തോഷപ്രദമായി പോകാൻ വേണ്ട സാധനം ആധുനികതയോ? ദൈവമേ, അല്ല, സന്തോഷപ്രദമായും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് 5 കാര്യങ്ങൾ വേണം. അതിന്റെ പേരുകളൊന്ന് പറഞ്ഞ്. ഞാൻ എപ്പോഴും 5നെ പറ്റിയേ പറയുള്ളൂ. സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, വിനോദം. പോരാ, അതിനൊന്നും കൂടി ഇടും. ശുഭാപ്തി, വിശ്വാസം, മണി. മണി 1 എലിമെന്റ് മാത്രമാണ്. പണം ഒരു ചെറിയ ഘടകം മാത്രമാണ് എന്നറിയുക. മണിയെ മുഴുവനായിട്ട് ഫോക്കസ് ചെയ്ത് മണി വേണം. അത് വളരെ മറ്റെല്ലാത്തിന്റെയും പെട്ട ഒരു കാര്യം മാത്രം. 5 കാര്യങ്ങളിൽ 1 മാത്രമാണ് മണി എന്ന് പറയുന്നത്. യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. എപ്പോഴും മറക്കരുത്, നിങ്ങൾ ഈ 5 കാര്യങ്ങൾ മറക്കരുത്. 1 സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, വിനോദം, ആത്മീയത. ഈ 5 കാര്യങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം ബാലൻസ് ചെയ്യാൻ പറ്റുകയില്ല എന്നറിയുക. അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ വേണം. പ്ലീസ്, ഇത് റിക്വസ്റ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം തകരാറാവാനുള്ള പ്രധാന കാരണം ഈ 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യാത്തതാണ്. നിങ്ങൾ പണത്തിന്റെ പിറകെ പോകും, ജീവിക്കാൻ മറന്നുപോകും, വിനോദം മറന്നുപോകും, ബന്ധങ്ങളെ മറന്നുപോകും, ദൈവികത അറിയുക പോലും ഇല്ല. എന്നെ തന്നെ എനിക്കറിയില്ല. പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇന്നലെ കണ്ട ഒരു ഇന്റർവ്യൂവിലെ ചെറിയ ടിപ്പ് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് വളരെ കൃത്യമായി, എനിക്ക് ഭയങ്കര സ്ട്രൈക്ക്, ഞാൻ കൃത്യം പറയുന്ന ഒരു കാര്യമാണ്. എങ്കിലും യൂസഫ് അലി സാറിനോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, സാറേ, നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇത്രയും വളർന്നിരിക്കുന്ന ഒരാളാണ്, സമ്പന്നതയിൽ വളരെ മുറിഞ്ഞിരിക്കുന്ന ആളാണ്. നിങ്ങൾ ഇപ്പോൾ ലണ്ടൻ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു. അതുപോലെ തന്നെ ലണ്ടനിൽ വേറെ ഏതൊക്കെയോ വലിയ ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾക്കിത് പ്രതികാര മനോഭാവത്തോടെയാണ് ചെയ്തത്. കാരണം കാലങ്ങളായിട്ട് വർഷങ്ങളോളം നമ്മളെ ഭരിച്ച ഒരു കമ്പനിയെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞ ഒരു പ്രതികാര ചിന്തയിലൂടെ അല്ലേ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞൊരു മറുപടിയാണ് വളരെ കൃത്യമായി ആത്മീയത പ്രാക്ടീസ് ചെയ്യുന്നവർ എപ്പോഴും പറയുന്ന കാര്യമാണ്. പ്രതികാരം എന്ന് പറയുന്നത് എന്റെ നിഘണ്ടുവിലില്ലാത്ത സംഭവമാണ്. കാരണം നമ്മളെല്ലാം ദൈവചിന്തയാൽ നിൽക്കുന്നയാൾക്ക് പ്രതികാരത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ കച്ചവടക്കാരൻ എന്ന രീതിയിൽ ഞാൻ ലാഭത്തെ പറ്റി ചിന്തിക്കും, പൈസയെ പറ്റി ചിന്തിക്കും. അതെന്റെ കർമ്മയാണ്, അല്ലെങ്കിൽ കടമയാണ്. അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങിക്കും, എനിക്കൊരു പ്രൗഡ്നെസ് ഉണ്ടാവും. ഞങ്ങളെ ഭരിച്ച ഒരു കമ്പനിയെ ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരു പ്രൗഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതല്ലാതെ പ്രതികാരം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? ഈ ധനത്തിന്റെ പിറകെ പോകുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇറ്റ് ഇസ് നോട്ട് ഈസി. അതിനാണ് സ്പിരിച്വാലിറ്റി ഉള്ളവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്പിരിച്വാലിറ്റിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ജീവിതത്തിൽ. ധനത്തിന്റെ പിറകെ ഓടുന്നവർ, ധനം വേണം, പക്ഷേ സ്പിരിച്വാലിറ്റി അല്ലാത്ത ഒരു ധനത്തിനും സ്വന്തമില്ല. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. കിങ്ഫിഷർ ബീറായിട്ട് കുടിക്കുമ്പോൾ, കിങ്ഫിഷർ മദ്യം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ കിങ്ഫിഷർ എയറോപ്ലെയിൻ ആയപ്പോ തകർന്നു പോയി.
ഓരോന്നിനും അത് നെഗറ്റീവ്, മറ്റത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഒരേ പേരിൽ രണ്ട് സാധനം വർക്ക് ചെയ്യില്ല. ഇതൊക്കെ കുറെ ഫണ്ടമെന്റൽ അറിയണം ഇതിനകത്ത്, അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. ഓക്കെ, ഇനി അത് സന്ദർഭം. അപ്പൊ നമുക്ക് കാര്യത്തിൽ കിടക്കാം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് മെറ്റീരിയലൈസേഷൻ, അല്ലെങ്കിൽ അബൻഡൻസ്, ഫൈനാൻഷ്യൽ പ്രോസ്പെരിറ്റി, ഇവയാണ് നമ്മുടെ പ്രഥമ പരിഗണന നമ്മൾ പറയുന്നത്. അതായത് വസ്തുക്കൾ, സമ്പാദ്യം, പണം, അബൻഡൻസ് ആയാലും എല്ലാം സമൃദ്ധമായ രീതിയിൽ നമുക്ക് വേണം, നമ്പർ 1. രണ്ടാമതായി നമുക്ക് സർവസ്വമായ സ്നേഹം വേണം, ലവ് വേണം, എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള കഴിവ് വേണം, എന്താ പറയാ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് വേണം, കമ്പാഷൻ വേണം, ഹ്യൂമാനിറ്റി വേണം, അല്ലെങ്കിൽ മനുഷ്യത്വം വേണം. എങ്കിൽ മാത്രമേ മനുഷ്യനായി നിൽക്കുകയുള്ളൂ. മനുഷ്യൻ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ്. മൂന്നാമത്തെ കാര്യത്തിൽ നമുക്ക് സ്പിരിച്വാലിറ്റി വേണം, ഇൻട്രോസ്പെക്ഷൻ വേണം, വിസ്റ്റം വേണം, അല്ലെങ്കിൽ ജ്ഞാനം വേണം, തിരിച്ചറിവ് വേണം, നമുക്ക് ആത്മീയത വേണം. ഇത് മൂന്നും വേണം. ഇത് മൂന്നും കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ജീവിതം സമ്പന്നമാവാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല. നിങ്ങൾക്ക് ഇത് മൂന്നും ആവശ്യമാണോ ജീവിതത്തിൽ എന്ന് ടൈപ്പ് ചെയ്ത്, ഇത് മൂന്നും കിട്ടിയാൽ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് പറയുന്നവരെന്ന് ടൈപ്പ് ചെയ്ത്, ഇത് മൂന്നും ഒന്നിച്ച് ലഭിക്കാനുള്ള ഒരു ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. ഇതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അത്യാവശ്യമായി എന്താണ് വേണ്ടത്? അത്യാവശ്യമായിട്ട് അത്യാവശ്യമായി വേണ്ട സാധനത്തിന് പേരെന്താ? ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് തന്നെ പറഞ്ഞോളൂ. അത്യാവശ്യമായി വേണ്ട സാധനത്തിന്റെ പേരെന്താ? അത്യാവശ്യമായി വേണ്ട സാധനത്തിന്റെ പേരാണ് പണം, അല്ലേ? അപ്പൊ ഇന്ന് അതിനെപ്പറ്റി പറയാം. അതിന് ഇത് മൂന്നും കണക്ട് ചെയ്തുകൊണ്ട് പറയാം. അത്യാവശ്യമായി പണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ പണത്തിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഇത് മൂന്ന് ഘടകങ്ങളെയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് ആത്മീയമായ ഒരു പണം നിങ്ങളിൽ എത്തിക്കാനുള്ള ഒരു സിമ്പിൾ ആൻഡ് കിടലൻ ടെക്നിക്കാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരു എമർജൻസി ഫണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ, അത് ആത്മീയവും സ്നേഹത്തോടെയുമുള്ള യൂണിവേഴ്സിന്റെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു മാജിക് നമ്പറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ 3 നമ്പറുകൾ ചേർത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള, സ്നേഹത്തോടെയുള്ള, കമ്പാഷനോട് കൂടിയുള്ള, മനുഷ്യത്വപരമായ ഒരു മണി നിങ്ങളിലേക്ക് എത്തും. ഇത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരുപാട് പുരാതനമായ രീതിയിലൂടെ പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെയധികം ആൾക്കാർ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ്. അപ്പൊ പറയാൻ പോകുന്ന കാര്യം, ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യം വരും, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചുരുക്കത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. എല്ലാത്തിന്റെയും പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. എങ്കിലും ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എനിക്ക് ഇന്ന് 40,000 രൂപ 6 മണിക്ക് മുമ്പായി കിട്ടിയതിന് നന്ദി. കൃത്യം ആവശ്യമുള്ളത് മാത്രമേ പറയാവൂ. എനിക്ക് ഇന്ന് 6 മണിക്ക് മുമ്പേ 40,000 രൂപ ലഭിച്ചതിന് നന്ദി എന്ന് കൃത്യമായി എഴുതി വെക്കുക. അതിനുശേഷം പിന്നെ അവിടെ വേറെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. എവിടുന്ന്, എന്ത്, ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല. നിറഞ്ഞ മനസ്സോടുകൂടി അയക്കണം, ശുദ്ധമായ മനസ്സോടുകൂടി അയക്കണം, ദൈവീകമായ മനസ്സോടുകൂടി അയക്കണം നിങ്ങളത് ആവശ്യപ്പെടുന്നത്. അതിനകത്ത് ഒരു കണ്ടീഷൻ വെക്കരുത്. ഇവള് തരൂ, അവള് തരൂ, അവക്ക് കൊടുക്കട്ടെ, ഇതൊന്നും പാടില്ല. വളരെ നിഷ്കളങ്കമായി, അങ്ങനെ വാക്കുണ്ടല്ലേ, അങ്ങനെ വാക്കുണ്ട് നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് പലരും മറന്നുപോയെന്നുള്ളൂ, ഉണ്ടല്ലോ അല്ലെ? മറക്കരുത്. നിഷ്കളങ്കത വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിഷ്കളങ്കമായി നിങ്ങൾ ആവശ്യപ്പെടുക, എനിക്ക് ഇന്ന് 40,000 രൂപ ലഭിച്ചതിന് നന്ദി. അത് എഴുതിയതിനു ശേഷം കണ്ണുകൾ അടക്കുക. കണ്ണുകൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രപഞ്ച സത്യത്തിനോട്, യൂണിവേഴ്സിനോട്, അബൻഡൻസ് നിറഞ്ഞ ഈ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. കൈകൾ ഇങ്ങനെ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുക. എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അത് എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇപ്പൊ പണമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഫർമേഷൻസ്, പണം അനായാസേനയായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട്, തുറന്ന കൈകൾ ഇങ്ങനെ പിടിച്ച് തുറന്ന കൈയോടുകൂടി ഇങ്ങനെ കയ്യെ നോക്കിയിട്ട് പറയുക, പണം അനായാസേനയായി എന്നിലേക്ക് വന്നതിന് നന്ദി എന്ന്.
അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ എന്റെ ജീവിതം സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും സംഭവിച്ചു പോകുന്നതിന് നന്ദി എന്ന്. അങ്ങനെ ഈ അഫർമേഷൻ നിങ്ങൾ 3 തവണ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു പെണ്ണെടുക്കുക. പെണ്ണെടുത്തിട്ട് കയ്യിലെ നിങ്ങൾ വാച്ച് കെട്ടുന്ന സ്ഥലമുണ്ടല്ലോ, വാച്ചിന്റെ എൻഡിലാ ഈ ഭാഗത്തായിട്ട് ഈ വരയുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ട് 897 എന്ന നമ്പർ എഴുതുക. 897 എന്ന നമ്പർ ഏത് സമയത്ത് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 897 എന്നുള്ള നമ്പർ എഴുതുക. ഞാനിവിടെ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ വേറെ തുറന്നു വെച്ചാൽ വേറെയും കാണും, അതുകൊണ്ട് കൈ തുറക്കാൻ പറ്റില്ല. ഞാൻ തുറന്നു വെച്ചാൽ വേറെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നേ ദിവസം പഠിപ്പിക്കാനല്ല, അതൊന്നും ആരും നോക്കരുത്. ഇവിടെ തുറന്നു വെച്ചു, ഇത് അടുത്ത ദിവസം പഠിപ്പിക്കാനുള്ള ടെക്നിക്ക്. ഇങ്ങനെ തുറന്നു വെച്ച് 857 എന്ന നമ്പർ 897 നമ്പർ എഴുതുക. എന്താണ് 897 എന്നും കൂടി വിശദമാക്കാം, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് നിങ്ങൾ ശേഷം എഴുതി വെക്കുക. വീണ്ടും കൈ ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു, കൈ നോക്കിയിട്ട്, എന്നിട്ട് നിങ്ങൾ 897 എഴുതി വീണ്ടും കൈ ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം 21 തവണ ഇതേ അഫർമേഷൻ പറയുക. നിങ്ങൾക്ക് എന്താണ് ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് ആ സമയത്ത് പറയാൻ പറ്റുള്ളൂ. പണമാണെങ്കിൽ പണം, ബന്ധമാണെങ്കിൽ ബന്ധം, അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ ജോലി, എന്താണോ ആവശ്യം അതിന്റെ അഫർമേഷൻസ് അവിടെ പറയാം. അഫർമേഷൻ ബന്ധപ്പെട്ട ഒരു പുസ്തകം നമ്മൾ തൃശ്ശൂർ വെച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ജോലിയുടെ അഫർമേഷൻസ് ഉണ്ട്, സമൃദ്ധിയുടെ അഫർമേഷൻസ് ഉണ്ട്, എല്ലാ 108 അഫർമേഷൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പുസ്തകം തൃശ്ശൂരാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരാളായിരിക്കും ആ പബ്ലിഷിംഗ് കർമ്മം നിർവഹിക്കുന്നത്. അത് ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കും. ദിനേശ് സാറിന്റെ പുസ്തകം പബ്ലിഷ് ചെയ്ത് ഇന്ന ആളാണ് പേപ്പർ കട്ടിങ്ങിൽ വരും. അത് വരുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു ഭാഗ്യവതിയോ ഭാഗ്യവാനോ ആയിരിക്കും. അത് നമ്മൾ അന്ന് തീരുമാനിക്കും. അപ്പോ പറഞ്ഞു വന്നത്, എഴുതി കഴിയുക, എന്നിട്ട് വീണ്ടും 21 തവണ പറയുക. ഇത്ര മാത്രം ചെയ്യുക, അതങ്ങ് മറന്നു കളയുക. പിന്നെ ആ ദിവസം നിങ്ങൾ അതിനെപ്പറ്റി ഓർക്കേ വേണ്ട, ഒന്നും ചെയ്യേണ്ട, വിട്ടുകൊടുക്കുക. അവിടേക്ക് കഴിഞ്ഞു. നിങ്ങൾ ഒറ്റ സമയം സറണ്ടർ യൂണിവേഴ്സ്, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ആ സംഭവം സറണ്ടർ ചെയ്ത് കഴിക്കുക. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്യേണ്ടു. വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ സമയത്തിന് മുമ്പ് ഇങ്ങനെ ഗൂഗിൾ പേ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങളെ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ടാവും എന്നത് യാതൊരു തർക്കവും ഇല്ല. എന്നുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ഇനി ചോദ്യത്തിന് ഉത്തരം. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്, ഏത് കയ്യിലാണ് എഴുതേണ്ടത്. ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ഒരാൾക്ക് എന്റെ റൈറ്റ് ഹാൻഡിൽ എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ, ലെഫ്റ്റ് ഹാൻഡിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ഒരാളാണെങ്കിൽ ലെഫ്റ്റിൽ എഴുതുക, ലെഫ്റ്റ് കൊണ്ട് എഴുതുന്ന ഒരാളാണ് റൈറ്റിലേക്ക് എഴുതുക. നിങ്ങളുടെ കൈ ഒരു കൈയിൽ അതേ കൈയിലേക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ആരാണ് എഴുതുന്നുണ്ട്, 2 കൈയിലേക്ക് മാറി എഴുതുക വേണ്ട, നിങ്ങൾ ഒരു കയ്യിൽ എഴുതിയാൽ മതി. ഏത് കയ്യിലാണോ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് ആ കയ്യിൽ എഴുതിക്കോളൂ, ധൈര്യപൂർവ്വം എഴുതിക്കോളൂ. വേറെ ഒന്നും കണ്ടീഷൻ ഇല്ല. ഏത് കണ്ടീഷനും വന്ന് 897 പറഞ്ഞുതരാം. 8 എന്ന് പറയുന്ന സംഖ്യ മെറ്റീരിയലൈസേഷന്റെയും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോസ്പെരിറ്റിയുടെയും അബൻഡൻസിന്റെയും സംഖ്യയാണ്. 8 ഉദ്ദേശിക്കുന്നത് പണം, വെൽത്ത്, അല്ലെങ്കിൽ അബൻഡൻസ്, സമൃദ്ധിയുടെയാണ് 8. 9 എന്ന് പറയുന്ന സംഖ്യ യൂണിവേഴ്സൽ ലവിന്റെ, അൺകണ്ടീഷണലായ സ്നേഹത്തിന്റെയും കമ്പാഷന്റെ, കരുണയുടെയും ഹ്യൂമാനിറ്റീസ്, മനുഷ്യത്വത്തിന്റെയും നമ്പറാണ് 9 എന്ന് പറയുന്നത്. 7 എന്ന് പറയുന്ന സംഖ്യ സ്പിരിച്വാലിറ്റിയുടെ നമ്പറാണ്, അല്ലെങ്കിൽ വിസ്റ്റത്തിന്റെ, ജ്ഞാനത്തിന്റെ നമ്പറാണ്. ഇത് 3ഉം, അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇത് 3ഉം ചേരുമ്പോൾ അവിടെ പൂർണ്ണമാകുന്നു. അതുകൊണ്ടാണ് 897 എന്ന നമ്പർ. എഴുതി വെക്കേണ്ട ഭാഗം ഇവിടെയാണ്. അപ്പൊ ഞാനിപ്പോ എഴുതി വെച്ച എന്താ, ഞാൻ ഇപ്പൊ എഴുതി വെച്ചാട്ടോ, എനിക്ക് വരാനുണ്ട്, സമയമുണ്ട്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ തീരുമാനിച്ചാൽ ഈ ലക്ഷ്യം തീരുമാനിക്കും. എന്താണ്? തൃശ്ശൂർ പ്രോഗ്രാമിൽ കാശ് അയക്കുക, അടുത്ത ഇതിലേക്ക് കാശ് അയക്കുക, പിന്നെ കുറെ കോഴ്സുകൾ ഉണ്ടല്ലോ, അതിനെല്ലാം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ ലക്ഷ്യം ക്ലിയർ ആവും. അതാണ് ലളിതമായി പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ആലോചിച്ചോളൂ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളെ ഇങ്ങനെ അട്രാക്ട് ചെയ്യും, നിങ്ങളെ ഫോൺ എടുപ്പിക്കും, എന്നിട്ട് അയപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ശരി. മഷി ഏതാണെന്ന് ചോദിച്ചാൽ, ആക്ച്വലി മഷി നമ്മൾ പൊതുവെ പറയാനുള്ളത്, നമ്മൾ പച്ച കളർ കൊണ്ട് എഴുതണം എന്നാണ് പറയുന്നത്. ഞാനിപ്പോ ബ്ലൂ എഴുതി, എന്റെ പച്ച കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലൂ എഴുതി.
പച്ച പറ്റുകയാണെങ്കിൽ പച്ച കളറാണ് ഏറ്റവും നല്ലത്. കാരണം ഗ്രീൻ ആണ് ഇതിന്റെ ഏറ്റവും നല്ല കളറായിട്ട് പറയാറുള്ളത്. പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. ഗ്രീൻ കളറാണെങ്കിൽ അത്രയും നല്ലത്. ബ്ലൂ അല്ല, ബ്ലൂ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഇറ്റ്സ് നോട്ട് റോങ്. പക്ഷെ പച്ച കളറാണ് ഏറ്റവും നല്ലത് എന്ന് ഒന്നുകൂടി ഓർപ്പിക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും എഴുതുക, പൈസ സമ്പാദിക്കുക, എന്നിട്ട് ആ കാശ് അയക്കുക, തൃശ്ശൂർ വരിക, ക്ലാസ്സിൽ പങ്കെടുക്കുക, ഒക്കെ ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ താഴെ വന്നിട്ട് എന്നെ തെറി വിളിക്കരുത്. കാരണം നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ അനുസരിച്ചിരിക്കും ഇത് കിട്ടുന്നതും കിട്ടാത്തതും. ഞാൻ പറഞ്ഞു തരാം, പഠിപ്പിക്കലാണ് എന്റെ പണി, കിട്ടിക്കൽ എന്റെ പണിയല്ല. താഴെ വന്നിട്ട് ഇത് പൊട്ടത്തരാണോ പറഞ്ഞത്? നിങ്ങൾക്ക് കേൾക്കുന്ന പൊട്ടത്തരാണ്, പൊട്ടത്തരം തന്നെയാണ്. എനിക്ക് ഒരു ഛേദവും ഇല്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ പലർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസത്തോട് ചെയ്തു കഴിഞ്ഞാൽ, അത്രയും പറഞ്ഞു നിർത്തണം, വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ 100% വർക്ക് ചെയ്യും. വിശ്വാസമില്ലാതെ ഞാൻ പറഞ്ഞത് എന്ത് തന്നെ തലകുത്തി മറിഞ്ഞ് ചെയ്താലും വർക്ക് ചെയ്യില്ല. ഒൺലി ദ തിങ്സ്, നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവറും നിങ്ങളുടെ വിശ്വാസവും മാത്രമാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യം ഇതിൽ നോക്കരുത്. ഇതുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. യൂട്യൂബിന് താഴെ നിങ്ങൾ തെറി എഴുതിയാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. നിങ്ങളുടെ ഇഷ്ടമാണ് അത്. നിങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് കിട്ടുന്നതാണ്. ഞാൻ ഇതിപ്പോ കണ്ട് നാളെ പറഞ്ഞു തരാം. 897 ഞാൻ എഴുതുമ്പോൾ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇത് നാളെ രാവിലെ 10 മണിക്ക് മുമ്പേ ലഭിക്കേണ്ട കാര്യമാണ്. ഞാൻ ലഭിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ലഭിക്കും. ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ലഭിച്ചു. ഓക്കെ. അല്ല, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞിട്ട്, യൂട്യൂബ് കാണുന്നവരോടാണ് പറഞ്ഞ, വിശ്വാസത്തിന്റെ പേരിലേക്ക് ആൾക്കാർ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളൂ. എനിക്ക് ഒരു നിർബന്ധം, ആരെയും നിർബന്ധിക്കുന്നില്ല. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇവിടെ വിശ്വാസത്തിൽ ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും ഗുണകരമായി മാറിയിട്ടുണ്ട്. എനിക്കും കിട്ടും. എത്ര ദിവസം എഴുതണം എന്നില്ല, ഒരു ദിവസത്തേക്ക് എഴുത്ത ഒരു ദിവസം, പിറ്റേ ദിവസം വീണ്ടും എഴുതിക്കോളൂ. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂസ് എഴുതണമെന്നില്ല. അത്യാവശ്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അത്യാവശ്യം ഉണ്ടാവുമോ? ഒരു ദിവസമല്ലേ അത്യാവശ്യം ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസവും രാവിലെ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്തായിരിക്കും? അതിന്റെ പേര് ചെറിയൊരു മാറ്റം വരും. അത്യാവശ്യം മാറിയിട്ട് അല്ലേ മറ്റൊരു പേരിലേക്ക് അറിയപ്പെടും, അല്ലേ? ഞാൻ പറയുന്നില്ലത്. അപ്പൊ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന സാധനത്തിന് അത്യാവശ്യമുള്ളത്, അല്ലെങ്കിൽ അത് അത്യാഗ്രഹമായി മാറും, അല്ലേ? അത്യാർത്തി, അത്യാഗ്രഹം, മറ്റു കുറെ പേരുകൾ ഉണ്ടാവുക. അത് നിങ്ങൾ തീരുമാനിക്കുക എല്ലാ ദിവസവും. ഓക്കെ, ശരി. അപ്പോൾ ഈ കാര്യം മനസ്സിലായി കാണുന്നത് വിശ്വസിക്കുന്നു. എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് സംസാരിക്കാം, ചോദിക്കാം. 5 മിനിറ്റ് കൂടി സമയം ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. ചോദിക്കാനുള്ളത് ചോദിക്കാം. താങ്ക് യു വെരി മച്ച്. ഇത് പ്രാക്ടീസ് ചെയ്യുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം, സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ, ജോലി, എന്തിലാണോ നിങ്ങൾക്ക് ആവശ്യം. ഇപ്പൊ ജോലിയിൽ ഒരു അസ്ഥിരത വന്നാൽ അത് ഉപയോഗിക്കാം. ജോലി കിട്ടേണ്ട ആൾക്ക് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാം. ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം. സന്തോഷപൂർവ്വം ഉപയോഗിക്കാവുന്ന, കാരണം 3 കാര്യങ്ങൾ കണക്റ്റഡ് ആയി 897 ഉള്ളത്. ഓർമ്മയുണ്ടല്ലോ, 1 to 1 എഴുതിയൊക്കെ കിട്ടിയത് 1 to 1 ഇതുപോലെ തന്നെയാണ്. ഒരു മാജിക് നമ്പറാണ്, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ നമ്പറാണ്. അതിൽ ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 369 എഴുതിയവർക്ക് കിട്ടിയിട്ടുണ്ട്, 787 എഴുതിയവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, 789 അല്ലെ, 789. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പറഞ്ഞോ കണ്ണൻ, പറഞ്ഞോളൂ. ആക്ച്വലി മോൾക്ക് ഈ നമ്പർ കൊടുക്കാവോ, ജോബിന് വേണ്ടി നോക്കുന്നത്? മോൾക്ക് ഞാൻ ഓൾറെഡി ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങിയില്ല. മോള് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു ടെക്നിക്ക് അയച്ചു തന്നിരുന്നല്ലോ. മോൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കൊടുക്കാവോ ചോദിക്കുക? ചെയ്തോട്ടെ, ജോബിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതിന് ആഡ് ചെയ്ത് പറഞ്ഞല്ലോ, ജോബിന് വേണ്ടി ചെയ്യാം. സ്ഥലത്തിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ചോദിച്ചായിരുന്നു, സാറിന് ടെക്നിക്ക് പറഞ്ഞായിരുന്നു. എന്താണ് സ്ഥലത്തിന്റെ കാര്യത്തിൽ ടെക്നിക്ക് ചോദിച്ചായിരുന്നു? ലോ ഓഫ് അട്രാക്ഷൻ എഴുതിയായിരുന്നു. എന്റെ ബൺ ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർട്ടി സെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ ഈ ഞായറാഴ്ച ആഡ് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ
ക്ലാസ് എടുത്തവർക്ക് വേണ്ടി മാത്രം അവർ 2 ടെക്നിക്ക് ഈ ഞായറാഴ്ച റെക്കോർഡ് ചെയ്ത് ഞാൻ ആപ്പിൽ ഇടുന്നുണ്ട്, പബ്ലിക്കിനില്ല. ആ പ്രോപ്പർട്ടി ആ സെയിലിന് വേണ്ടി മാത്രമായിട്ടുള്ള 2 ടെക്നിക്കുകൾ ഈ ഞായറാഴ്ച റെക്കോർഡ് ചെയ്ത് ഇടും. ലോ ഓഫ് ആ അട്രാക്ഷൻ എടുത്തവര് അതിൽ നോക്കിയാൽ മതി, അതിനകത്ത് ഉണ്ടാവും, ആ ഇതിലുണ്ടാവും. സാറേ, അത് കണ്ടില്ലെങ്കിലും ഞാൻ കഴിഞ്ഞു പോയതല്ലോ ലോ ഓഫ് അട്രാക്ഷൻ. സാർ എനിക്ക് ആപ്പ് തന്നിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ അഡ്മിനോട് ചോദിച്ചാൽ തരുവോ? ഇല്ല, ഞാനിപ്പോ ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഞായറാഴ്ച റെക്കോർഡ് ചെയ്യും. ആ ഞായറാഴ്ച കഴിഞ്ഞിട്ട് അതിനകത്ത് കാണും, നോക്കിയാൽ മതി. ആ സാർ, അത് ഒരു കഴിഞ്ഞ് കാര്യം ചോദിച്ചാൽ പറയാം. കുഴപ്പമില്ലല്ലോ. ഈ സാറിന്റെ ഈ പല ഇതും ഈ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ രാധിക മാഡത്തിനും കൂടെ എല്ലാം ഒന്ന് കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു. എന്താണ് കിട്ടേണ്ടത്? ഇൻഫർമേഷൻ ആണെങ്കിലും എന്താണേലും ഞങ്ങൾക്ക് കിട്ടാൻ എളുപ്പമുള്ളത് രാധിക മാഡം ആയിരുന്നു. പുള്ളിക്കാരിക്കോട് ഒന്ന് കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ആ സെക്കൻഡ് ഞങ്ങൾക്ക് അത് കിട്ടും. എന്താണ് കിട്ടേണ്ടത്? നമ്മള് ഈ അഫർമേഷനുകളാണേലും ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ എനിക്ക് അഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് കിട്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അപ്പൊ അത് ലോ ഓഫ് അട്രാക്ഷൻ കിട്ടാൻ അഫർമേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് അഫർമേഷൻ ഇല്ലല്ലോ. ഉണ്ടായിരുന്നു ഇല്ല. അഫർമേഷൻ. അല്ല, PDF നിങ്ങൾക്ക് എല്ലാവർക്കും പേയ്മെന്റ് ചെയ്തവർക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പ്രൈവറ്റിലില്ല. ആരൊക്കെയാണോ PDF പിന്നെ അവർക്കെല്ലാം വാട്സാപ്പിൽ ഓൺ ദ സ്പോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അഡ്മിനോട് ചോദിക്കാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് കിട്ടാത്തവരെ ചോദിച്ചാൽ മതി. ചോദിക്കാൻ പറഞ്ഞ് ആ റെക്കോർഡിംഗിലല്ല, അത് മുമ്പേ റെക്കോർഡ് ചെയ്താ. അതിനുശേഷം അഫർമേഷൻസ് എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് ഓരോ സമയത്തും അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ല. ഞാനത് ഈ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണിത്. എനിക്ക് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം. ഇത് നോക്കൂ, നമ്മൾ ഈ ക്ലാസ് മുമ്പേ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അതെ, അത് ഓരോ ആള് വരുമ്പോ അഫർമേഷൻസ് അവിടെ കണ്ടില്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് കമന്റ് ചെയ്താൽ മതി, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും. നിങ്ങൾ അത് ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഞായറാഴ്ച മറ്റു അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു അഫർമേഷൻ കൂടി അപ്ഡേറ്റ് ചെയ്താൽ. ഓക്കെ, താങ്ക് യു. ശരി. നമസ്കാരം സർ. പറഞ്ഞോളൂ ശ്രീജ, പറഞ്ഞു. പിന്നെ അന്ന് സാറ് കുറച്ച് നമ്പറുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമ്പറുകളുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ദിവസവും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 111, അതേപോലെ 555, 333, 777, 999, 888 ഈ നമ്പറുകൾ ദിവസവും രാവിലെയും നേരത്തും ഞാൻ കാണുന്ന നമ്പറുകളാണ്. എന്താണ് അതിന്റെന്നോ? അത് ആ നമ്പറുകൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, യൂട്യൂബിലുണ്ടല്ലോ. അതെ, അത് കാണുമ്പോ നമ്മൾ എന്തെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിചാരിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ നമ്പറുകളുടെ പ്രത്യേകതകളെല്ലാം ഞാൻ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് പോയി നോക്കിയാ പോരെ. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോ ഏതൊക്കെ നമ്പർ പറയാൻ പറ്റും, വീണ്ടും ഞാൻ ക്ലാസ് എടുക്കേണ്ടി വരില്ലേ? ഓൾറെഡി യൂട്യൂബിലുണ്ട് ഏഞ്ചൽ നമ്പറുടെ പ്രത്യേകത. എല്ലാ നമ്പറുകളും 2 ക്ലാസ്സുകളായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാ നമ്പറിന്റെ പ്രത്യേകതയും. അത് നോക്കിക്കോളൂ കേട്ടോ, കാണും, കൃത്യമായി പഠിക്കും. എല്ലാ നമ്പറുകളും അല്ല, കുറെ ഈ എന്താ പറയാ 1112223334445556667 88899 വരെയുള്ളത്, പിന്നെ 1212 അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് അത്രയും ബാക്കി പിന്നെ കുറെ ഓർഡർ നമ്പറുകളുണ്ട്, പക്ഷെ അതാണ് ഏറ്റവും കൂടുതലായിട്ട് പഠിപ്പിച്ചത്. ഓക്കെ, ശരി. അടുത്തത് എന്തെങ്കിലും ഉണ്ടാക്കും? ഇല്ലല്ലോ. ഒരു കാര്യം ചോദിക്കാണ്ട് പറഞ്ഞോ സാറേ, ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോ. അതെ, രാവിലെ സാറ് പറഞ്ഞിട്ടുണ്ടാവില്ലേ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോ തേടായി തുറക്കണ കാര്യം. അപ്പൊ നമ്മള് തേടായി തുറക്കുമ്പോ ഇല്ലേ, നമ്മള് വേറെ എന്തൊക്കെയാ കാണുന്നത്? വെളിച്ചം, ലൈറ്റ്, ചുവന്ന സൂര്യ പോലെ വെളിച്ചം, അതൊക്കെ കാണാതെ എന്താ ആവശ്യത്തിന് അതൊക്കെ കാണില്ലേ? നമ്മള് അങ്ങനെ നോക്കുമ്പോ വെളിച്ചങ്ങൾ കാണുക, അങ്ങനെ പല വെളിച്ചങ്ങൾ കാണുക. പിന്നെ നമ്മള് നേരം പുലർച്ചെയൊക്കെ വരണ ആകാശമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ജപിച്ചു കഴിഞ്ഞിട്ട് ദേവിയോട് ഇങ്ങനെ പറഞ്ഞു, എന്താ ദേവി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് വർത്താനം പറഞ്ഞു വെറുതെ. അന്ന് ഹൃദയം കൂടെ നോക്കിയപ്പോ നല്ല മഞ്ഞ വെളിച്ചത്തില് നല്ലൊരു പച്ച, അങ്ങനെയൊക്കെയാണ് എനിക്ക് കാണുന്നത്. അല്ലാതെ നമ്മള് എന്താ ആഗ്രഹിക്കുന്നത് കേൾക്കുന്നുണ്ടോ?
എന്താ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതാണോ കാണുന്നത്? ആഗ്രഹിക്കുന്നത് കാണുന്നില്ലേ? എന്താ ആ വലിയ തേടയിൽ കൂടെ നോക്കുമ്പോ അതെല്ലാം കാണുന്നത്. ഞാനിപ്പോ എനിക്കൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇല്ല. ഓക്കെ, ഇതിന് ഞാനതിന് ഈസി പറയാം. അത് നിങ്ങൾക്ക് ചക്ര അറിയാത്തത് കൊണ്ടാണ്. തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ചക്ര മെഡിറ്റേഷനിലൂടെ കടന്നു പോകണം. അതിനാണ് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത്. അത് ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ചക്ര മെഡിറ്റേഷനിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ 21 ദിവസം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ സാറ്? അപ്പൊ ഈ 5-ാം തീയതി ക്ലാസ്സിലാണ് പറഞ്ഞത്. 21 ദിവസം ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ തേർഡ് ഐ കൂടെ നോക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല കാണുന്നത്. തേർഡ് ഐ കൂടെ നോക്കുമ്പോ എനിക്ക് കുറെ കാണാനുണ്ട്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാണുന്നില്ലെങ്കിൽ അത് എങ്ങനെ, അതിന് ഞാൻ എന്താ മറുപടി പറയേണ്ടത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാണട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളുടെ തേർഡ് ഐ ഇതെന്താന്നറിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ തേർഡ് ഐ ആക്ടിവേറ്റഡ് അല്ല, അത്രയാണ്. അതുകൊണ്ടാണ് തേർഡ് ഐ ഓക്കെ. നെക്സ്റ്റ് ആൾ വേറെ ചോദ്യം പറയും ഉണ്ടോ? ഇല്ലെങ്കിൽ ഒത്തിരിയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Thank you, sir.